100 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഇന്ത്യയിലെ ഒരു വോട്ടറെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇംതിയാസ് കരീം വിവരങ്ങളുമായി നമ്മളോടൊപ്പം ഉണ്ട്. ഇംതിയാസ്, ഒരു വോട്ടും പാഴാക്കില്ല എന്ന ആർജവത്തോടു കൂടി ആ ബൂത്തിലേക്ക് എത്തുന്ന ആളുടെ വിവരങ്ങൾ, വിശദാംശങ്ങൾ. ഒരു പുരോഹിതനാണോ? തീർച്ചയായിട്ടും ഒരു വൈദികനാണ്. ഞാൻ നിൽക്കുന്നത് ഈ തിരുവല്ല നഗരസഭയിലെ കുറ്റൂർ വാർഡിലാണ്. അവിടേക്കാണ് ഈ 100 വയസ്സ് പ്രായമുള്ള വൈദികൻ അച്ഛൻ ഇപ്പോൾ വോട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തുന്നത്. ഒരു ഒറ്റ വോട്ട് പോലും ഒഴിവാക്കിയിട്ടില്ല അല്ലേ? ഒരു വോട്ട് പോലും ഒഴിവാക്കിയിട്ടില്ല. തുടങ്ങിയപ്പോ തൊട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് വോട്ട് ചെയ്യാറ്? ഇവിടെ രണ്ടാമത്തെ പ്രാവശ്യം. ഞങ്ങളിങ്ങനെ പലയിടത്തൊക്കെ മാറി മാറി പോകുന്നവരല്ലേ. കല്ലുപ്പാറ ദേശം. പ്രേക്ഷകർക്ക് വേണ്ടി പേരൊന്ന് പറയാമോ? എബ്രഹാം മാരട്ട്. ഒറ്റ വോട്ട് ഒഴിവാക്കിയിട്ടില്ല എന്നുള്ളതാണല്ലേ? എന്താ? ഒരൊറ്റ വോട്ട് പോലും ഒഴിവാക്കിയിട്ടില്ല? ഇല്ല ഇല്ല, വലിയ നിർബന്ധമാണ് എനിക്ക്. ഇന്നും വയ്യ എന്നിട്ട് ഇറങ്ങിയതാ. ഇതുകൊണ്ട് മിക്കവാറും എന്റെ കാലം തീരും. വോട്ടൊക്കെ അയ്യോ, പിന്നെ അനുയോജ്യമായ ആളുകളെ നമ്മൾ തെരഞ്ഞെടുക്കണമല്ലോ അല്ലേ? തീർച്ചയായിട്ടും എന്റെ കടമയല്ലേ. ഞാന് മാറിയിരുന്നു. വീട്ടിൽ നിന്നൊക്കെ ആളുകൾ കൂടി വരാനുണ്ടോ ഇനി? ഇല്ല ഇല്ല, ഞാൻ ഒറ്റയല്ലേ. ഒറ്റയ്ക്കാണ്. ഓക്കെ. എന്താ എല്ലാ തവണയും ഇവിടെ വന്ന് വോട്ട് ചെയ്യാറുണ്ടല്ലേ? ഇല്ല, ഞാൻ ആദ്യമായിട്ട് അച്ഛനോട് ഞങ്ങൾക്ക് ഇവിടെ അല്ല, തിരുവനന്തപുരം പഞ്ചായത്ത് അച്ഛൻ്റെ കൂടെ അങ്ങനെയാണ്. അദ്ദേഹത്തിന് 100 വയസ്സാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരൊറ്റ വോട്ട് പോലും, അത് നിയമസഭാ തിരഞ്ഞെടുപ്പാകട്ടെ മറ്റ് തെരഞ്ഞെടുപ്പുകളാവട്ടെ, ഏത് തെരഞ്ഞെടുപ്പായാൽ പോലും ഒരു വോട്ട് പോലും ഒഴിവാക്കിയിട്ടില്ല. അത് കൃത്യമായി വന്ന് ചെയ്യാറുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇവിടെ വരുന്നത്, ഈ ബൂത്തിൽ വരുന്നത് 2ാം തവണയാണ്. കഴിഞ്ഞ തവണയും ഇവിടെ വന്ന് ഇതേ സ്ഥാപനത്തിൽ വന്ന് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ നേരത്തെയൊക്കെ നമ്മൾ വരുന്ന സമയത്ത് ഇത്രയൊന്നും തിരക്കില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ തിരക്കൊക്കെ കൂടി. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ വീടുകളിൽ നിന്നിറങ്ങി വന്ന് വോട്ട് ചെയ്യുന്നതിൻ്റെ കാഴ്ചയാണ് നമുക്ക് ഇവിടെ